നമ്മുടെ കുട്ടികൾ വായിക്കാറുണ്ട്. അമർചിത്രകഥയും കഥാപുസ്തകങ്ങളും നിറയേണ്ട അവരുടെ ബാല്യം സ്മാർട്ട് ഫോണുകളും യൂട്യൂബും പൂർണ്ണമായും കൈയടക്കി. അതൊക്കെ പോട്ടെ, അവർ പുസ്തകം വായിപ്പിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട് അങ്ങ് കണ്ണൂരിലെ ഒരു സ്കൂളിൽ. ആ ശ്രമത്തിൽ കുട്ടികളും അധ്യാപകരും വിജയിക്കുകയും ചെയ്തു. തലശ്ശേരി വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 8 മാസത്തോളം നീണ്ടുനിന്ന വേറിട്ടതും വ്യത്യസ്തവുമായ ഈ ശ്രമം നടന്നത്. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂട്ടായ്മയായ ഓർമ്മച്ചപ്പ് എന്ന സംഘടനയായിരുന്നു ഇതിന് പിന്നിൽ. ചാലഞ്ച് ഇങ്ങനെയാണ്: കുറഞ്ഞത് 5 പുസ്തകമെങ്കിലും വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, പ്രത്യേക കൈപ്പുസ്തകത്തിൽ ഈ പുസ്തകങ്ങളുടെ പേരും എഴുതി വെക്കണം. കഴിഞ്ഞില്ല, വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് മനോഹരമായൊരു ആസ്വാദനവും തയ്യാറാക്കണം. എന്നിട്ട് പ്രത്യേകം ഒരു ജഡ്ജിംഗ് പാനലിന്റെ മുന്നിൽ ആ പുസ്തകത്തെക്കുറിച്ച് അവതരിപ്പിക്കണം. ഇതിലെ വിജയികൾക്കുള്ള സമ്മാനമാണ് ഏറ്റവും വലിയ സർപ്രൈസ്. മികച്ച വായനക്കാരായ 6 കുട്ടികൾക്ക് കണ്ണൂർ മുതൽ കൊച്ചി വരെ ആകാശയാത്രയാണ് സമ്മാനം. അതുകൊണ്ട് തന്നെ ഇതിനിട്ട പേരും അടിപൊളിയാണ്: വായനയിലൂടെ വാനിലേറാം. OV വിജയന്റെ കടൽ തീരത്തും സിതാരയുടെ അമ്ലവും ഉൾപ്പെടെ 20ഉം 30ഉം പുസ്തകങ്ങൾ വായിച്ച വടക്കമ്പാട് ഹൈസ്കൂളിലെ കുട്ടികൾ വായനയിലൂടെ വലിയൊരു വിപ്ലവം സാധ്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണിവിടെ. വായന സമ്മാനിച്ച ആവേശത്തിൽ അങ്ങനെ 6 പേർ വിമാനത്തിൽ വാനിലേറാൻ പോവുകയാണ്. മത്സരത്തിൽ പങ്കെടുത്ത മറ്റു കുട്ടികൾക്കുമുണ്ട് സമ്മാനങ്ങൾ. ഒരു ദിവസത്തെ ട്രിപ്പാണ് അവർക്കുള്ള സമ്മാനം. ഇനി പറയൂ, നമുക്കും കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിച്ചാൽ? വായന തീർക്കുന്ന വലിയ ആശ്ചര്യ ലോകം നമ്മുടെ കുട്ടികളെ അതിശയിപ്പിക്കുക തന്നെ ചെയ്യും. ലഹരികൾ മാത്രം വാർത്തയാകുന്ന പുതിയ കാലത്ത് വായന ലഹരിയാകുന്ന ഒരു പുതിയ കാലത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കുട്ടികൾ ഭാവനയുടെ വാനിലേറി യാത്ര തുടരട്ടെ.